ദിവ്യസന്നിധിയിൽ അമ്മ മാതാവിൻ്റെ തിരുക്കുമാരൻ്റെ ഈ ദിവ്യസന്നിധിയിൽ എത്താൻ സാധിച്ചതിന് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ശ്രീജ, സ്ഥലം ആലപ്പുഴ പറവൂരാണ്. ഞാനായിട്ട് ഉടമ്പടി എടുത്ത് ഇവിടെ എത്താൻ വന്നതല്ല. എൻ്റെ രണ്ട് സഹപ്രവർത്തകർ, ഇതെൻ്റെ മകനാണ്. എൻ്റെ മകനൊരു ആക്സിഡൻ്റ് ഉണ്ടായപ്പോഴത്തേക്ക് അവർ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാം എന്ന് നേർന്നതാണ്. 2022 നവംബർ 28 മോന് MCA കഴിഞ്ഞ് കോളേജിൽ നിന്നും കൂട്ടുകാരനും ഒത്ത് വരുന്ന വഴിക്ക് പുന്നപ്ര വെച്ച് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. കണ്ടെയ്നറുമായിട്ടാണ് സ്കൂട്ടർ ഇടിച്ചത്. തൽക്ഷണത്തിൽ തന്നെ കൂടെ ഉണ്ടായിരുന്ന കുട്ടി മരിച്ചു. 2 പേരും മരിച്ചു എന്ന വിവരമാണ് എല്ലായിടവും അറിഞ്ഞത്. ഞങ്ങളുടെ വീട്ടിൽ മാത്രം ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞാൻ രാത്രി 11:30 ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം എൻ്റെ മകൻ മരണതുല്യമായ ഒരവസ്ഥയിലാണ് കിടക്കുന്നത്. അപ്പം ഞാൻ ഉടമ്പടിയൊന്നും എടുത്തിരുന്നില്ല, ഞാനിവിടെ വന്നിട്ടുമില്ല. അവിടെ നിന്ന് പിറ്റേ ദിവസം വണ്ടാന ഹോസ്പിറ്റലിൽ നിന്ന് മോൻ്റെ കൂട്ടുകാരുടെ പേരൻസ് ഇടപെട്ട് ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ലേക്ക് ഷോറിൽ കൊണ്ടുപോയ വിവരം അറിഞ്ഞ് എൻ്റെ 2 സഹപ്രവർത്തകരായ അംഗനവാടി ടീച്ചേഴ്സ് ഉടമ്പടി എവിടെ കൊണ്ടുവന്ന് മോനെ ഉടമ്പടി എടുക്കാമെന്ന് നേരുകയാണ് ഉണ്ടായത്. അവർ പലവട്ടം പറഞ്ഞെങ്കിലും എനിക്കിവിടെ വരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. 5 മാസത്തിന് ശേഷം ഞങ്ങൾ എറണാകുളത്തുനിന്ന് ഫിസിയോതെറാപ്പിയും ചികിത്സയ്ക്ക് ശേഷം ഞങ്ങളുടെ ആലപ്പുഴ വീട്ടിലെത്തി. അപ്പോഴൊക്കെ പല പ്രാവശ്യം വിളിച്ചിട്ടൊന്ന് ഞാൻ പോകാമെന്ന് പറഞ്ഞ് അവർ തന്നെ ബലമായിട്ട്, അതിലൊരു കൂട്ടുകാരി എന്നെ ബലമായിട്ട് അവരുടെ ചെലവിൽ ഇവിടെ കൊണ്ടുവരികയും എന്നെക്കൊണ്ട് ഉടമ്പടി എടുപ്പിക്കുകയും ചെയ്ത് അങ്ങനെ ജൂൺ 25 2023 ജൂൺ 25 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അതിൽ ഒന്നാമത്തെ സാക്ഷ്യമായിട്ട് ഞാൻ വെച്ചത് എൻ്റെ മോന് 100ഓളം മരുന്നുകൾ, 26ഓളം മരുന്നുകളുണ്ട് 2 നേരമായിട്ട് കഴിക്കുന്നത്. ആ മരുന്നുകൾ പൂർണ്ണമായി നിർത്തണം. കാരണം ആ മരുന്ന് കഴിച്ച് കഴിയുമ്പം 12 മണിയായാൽ പോലും മോൻ ഉണർന്നെഴുന്നേക്കത്തില്ല. അഥവാ നമ്മൾ നേരത്തെ എന്തിനെങ്കിലും ഒന്ന് വിളിച്ചാൽ ഉറക്കം തൂങ്ങി ഈ കള്ള് കുടിച്ച ഒരു അവസ്ഥയിലായിരിക്കും. അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ എനിക്കിവിടെ വന്ന് നിയോഗം എത്രണ്ണം വെക്കണമെന്നും അറിയത്തില്ല. ആദ്യത്തെ നിയോഗമായിട്ട് ഞാൻ വെച്ചത് എൻ്റെ മകൻ്റെ ന്യൂറോഡ മരുന്നുകൾ പൂർണ്ണമായി നിർത്തി തരണമെന്നായിരുന്നു. അതിനുശേഷം ജൂലൈ 20-ാം പൊക്കം ജൂലൈ 14 ഞങ്ങൾ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ഞാനും മോനോടെ ചെക്കപ്പിന് പോയി. പോകുന്ന വഴി കലവൂരായപ്പോഴേ ഞാൻ എഴുന്നേറ്റ് നിന്ന് കൃപാസനത്തിൻ്റെ ബോർഡ് കണ്ടപ്പം ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ സഞ്ചാരി മാതാവേ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണേ. ഞാൻ നിയോഗം വെച്ച 100ഓളം മരുന്ന്, എനിക്ക് വേറൊന്നും ചെയ്തു തരണ്ട, 100ഓളം മരുന്ന് പൂർണ്ണമായി നിർത്തി തരണേ അമ്മേ. അത്ഭുതമെന്ന് പറയട്ടെ, മോൻ കഴിച്ചിരുന്ന ഓർത്തോടെ മരുന്ന് 100ഓളം മരുന്നും ഒറ്റ ഒരു ഡോസ് പോലും ഇല്ലാതെ നിർത്തി. ഡോക്ടർ ആദ്യം പറഞ്ഞിരുന്നത് 2 വർഷമെങ്കിലും മരുന്ന് കഴിക്കേണ്ടി വരും. 1000 mg 500, 750, 250 അങ്ങനെ കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ 20-ാം പൊക്കം തന്നെ അമ്മയുടെ ഇടപെടൽ 20 ദിവസം കൊണ്ട് തന്നെ എൻ്റെ മകൻ്റെ രോഗം പൂർണ്ണമായും മാറ്റി ആരോഗ്യവാനായി ഇന്ന് എൻ്റെ മകൻ എൻ്റെ കൂടെ ഇവിടെ നിന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ 1000 നന്ദി പറയുന്നു. രണ്ടാമതായി എനിക്ക് പറയാനുള്ളത്, ഇത്രയൊക്കെ മരുന്ന് കഴിച്ചതിന് ശേഷം 3 ലക്ഷം രൂപയോളം മരുന്ന് തന്നെ കുഞ്ഞിൻ്റെ അകത്ത് കഴിക്കേണ്ട ഒരവസ്ഥയുണ്ടായിരുന്നു. അതിന് ശേഷം തലമുടി മുഴുവൻ പൊഴിഞ്ഞ് ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. കുറേ മരുന്നുകളൊക്കെ ഇതിനിടെ ചെയ്തെങ്കിലും മുടി കിളുക്കും, പിന്നെയും കൂടുതൽ പൊഴിഞ്ഞു പോകുന്ന അവസ്ഥ. ഞാൻ അമ്മയുടെ എണ്ണ തേക്കാനായിട്ട് എൻ്റെ അടുത്ത് വരുമ്പോഴത്തേന് ഞാൻ അമ്മയുടെ തൈലം എടുത്ത് തേക്കും. അകത്ത് കഴിക്കാൻ വേണ്ടി ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഇവിടുന്ന് തേനും മേടിച്ചുകൊണ്ടാണ് പോയത്. അത് കൊടുത്ത് ഞാനിവിടെ ഉടമ്പടിയിൽ 2ാമത് വന്നപ്പോൾ വെച്ച് എൻ്റെ മോൻ്റെ തലമുടി നന്നായി കിളുക്കണേ, ചെറിയ പ്രായമായി 24 വയസ്സേ ഉള്ളമ്മേ, നന്നായിട്ട് മുടി കിളുക്കണം ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. അതും അമ്മ സാധിച്ചു തന്നു. വേറെ മരുന്നുകളൊക്കെ കുറേ പുരട്ടിയതാണ്. മുടി കിളുക്കും, പക്ഷേ കൂടുതൽ പൊഴിഞ്ഞു പോകും. പക്ഷേ ഇപ്പോൾ അവൻ്റെ മുടി നമ്മളെ തലയെ തൊടിയിക്കുക പോലും ഇല്ലായിരുന്നു ആ മരുന്നുകളൊക്കെ ഉപയോഗിച്ച സമയത്ത്. ഇപ്പം നമ്മൾ തലയെ തൊട്ടാലൊന്നും പ്രശ്നമില്ല, കാരണം മുടി പഴയ പോലെ പൊഴിയുന്നില്ല. ഇതുപോലെ തന്നെ കിളുത്ത് ആ മുടി വെട്ടുന്നതിന് മുന്നേ തന്നെ സാക്ഷ്യം പറയാൻ എനിക്ക് സാധിക്കണേ എന്നുകൂടെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അടുത്തതായിട്ട് എനിക്ക് സാക്ഷ്യം പറയാനുള്ളത്, ഞാനൊരു അംഗൻവാടി ടീച്ചറാണ്. ഞാൻ ഡിഗ്രി പഠിച്ചതിന് 25 വർഷമായി ഡിഗ്രി കഴിഞ്ഞത്. എൻ്റെ മോനെ പ്രസവിച്ച സമയത്താണ്, ഇപ്പം മോന് 25 വയസ്സായി.
എൻ്റെ മോനെ പ്രസവിച്ച സമയത്താണ് ഞാൻ എക്സാം എഴുതുന്നത്. പക്ഷേ സാഹചര്യവശാൽ എനിക്ക് പോയി എൻ്റെ സർട്ടിഫിക്കറ്റ് കൈപ്പറ്റാൻ പറ്റിയില്ല. ഞാൻ ഒരുപാട് PSC പരീക്ഷകൾ എഴുതിയിട്ടുണ്ട്, ഒന്നിലും ലിസ്റ്റിലൊന്നും വന്നിട്ടില്ല. ഇവിടെ വന്ന് പിന്നെ ഉടമ്പടി എടുത്തപ്പം ഞാൻ രണ്ടാമത്തെ സാക്ഷ്യമായിട്ട് വെച്ചു എനിക്കൊരു PSC ജോലി കിട്ടണമെന്ന്. അപ്പോൾ എൻ്റെ ഏജൊക്കെ കഴിഞ്ഞ്, അപ്പോൾ എൻ്റെ പ്രൊമോഷൻ ടെസ്റ്റ് ICDS സൂപ്പർവൈസറായിട്ട് ഞാൻ ഒരു എക്സാം എഴുതാൻ പോയപ്പം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്ന് അവിടെ നിന്ന് ഒരാഴ്ച ലീവ് എടുത്ത് നിന്ന് പഠിച്ച് എക്സാം എഴുതി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആയപ്പം ഡിഗ്രി പോസ്റ്റ് ആയതുകൊണ്ട് എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല. ഈ സർട്ടിഫിക്കറ്റ് എല്ലാം വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് PSC വെരിഫിക്കേഷൻ ചെയ്ത് ഇറങ്ങാൻ നേരം സാറെന്നെ വിളിച്ചിട്ട് പറഞ്ഞു കംപ്ലീറ്റ് ആയിട്ടില്ല. ഫെബ്രുവരി 9-ാം തീയതിയാണ് ഞാൻ വെരിഫിക്കേഷന് പോയത്. ഒരാഴ്ച സമയം തരാം, ഡിഗ്രിയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൂടെ വന്നാൽ മാത്രമേ നടക്കത്തുള്ളെന്ന്. ഞാൻ കാശ് രൂപമായിട്ടാണ് വെരിഫിക്കേഷന് പോയത്. അപ്പം ഞാൻ വീട്ടിൽ വന്ന് കുറേ സങ്കടപ്പെടുകയും വിഷമിക്കുകയൊക്കെ ചെയ്ത് ആ കാശ് രൂപം വെച്ച് ഞാൻ കുറേ കരഞ്ഞു പ്രാർത്ഥിച്ച്. പിറ്റേ ദിവസം തന്നെ ഞാൻ വിചാരിച്ച് അതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്തുകൊണ്ട് വന്ന് അച്ഛനെ കാണാമെന്ന്. ഇവിടെ വന്നപ്പം ഇവിടെ നല്ല തിരക്കൊക്കെ കുറവായിരുന്നു. ഭാഗ്യവശാൽ ഞാൻ പ്രിൻറ്റുമായിട്ട് വന്ന് എനിക്ക് അച്ഛനെ കാണാൻ സാധിച്ച്. അച്ഛൻ്റെ അനുഗ്രഹവും കാശുരൂപവുമായിട്ടാണ് ഞാൻ കോട്ടയം യൂണിവേഴ്സിറ്റി പോയത്, MG യൂണിവേഴ്സിറ്റി പോയത്. പല കൗണ്ടറുകളിലും കയറി ഇറങ്ങിയപ്പം എന്നോട് പറഞ്ഞു 3 മാസമെങ്കിലും എടുക്കും. കുറേ വഴക്ക് പറഞ്ഞു. ഇത്രയും വർഷമായിട്ട് ഈ സർട്ടിഫിക്കറ്റ് മേടിക്കണമെന്ന് ഒരു വിചാരവുമില്ല, അത്യാവശ്യം ഇല്ലാത്തതുകൊണ്ടാണ്, അഹങ്കാരം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒറ്റയ്ക്കാണെന്ന് പോയത്. ഞാൻ സാധാരണ ഇത്രയും ദൂരം വരെ ഒന്നും ഒറ്റയ്ക്ക് പോകാറില്ല. അപ്പം വീട്ടിൽ നിന്ന് മോനും അച്ഛനും വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. 3 മണിയായപ്പോഴത്തേക്ക് ഒരു കൗണ്ടറിലേക്ക് എന്നെ പറഞ്ഞു വിട്ടു. അപ്പം ഞാൻ പ്രാർത്ഥിച്ച് ഈ അമ്മ മാതാവ് അച്ഛൻ തന്ന കാശ് രൂപവും നെഞ്ചോട് ചേർത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ച്, അമ്മ മാതാവേ, അമ്മയായിട്ട് അവിടെ ഇരിക്കുന്ന ആ മാഡം അമ്മയായിട്ട് പ്രവർത്തിക്കണവേ. അപ്പോൾ എന്നെ അകത്തോട്ട് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അന്നേരമൊക്കെ ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, മാഡം എനിക്ക് എപ്പോഴും ലീവ് എടുത്ത് വരാൻ പറ്റത്തില്ല, ഞാനൊരു അംഗൻവാടി ടീച്ചറാണ്, എനിക്ക് ഇത് കുറേ ദിവസമായിട്ട് ഞാൻ ഇതിൻ്റെ പുറകെ നടക്കുവാണ്. അപ്പം എന്നോടൊന്ന് പഠിച്ച കോളേജിലെ മെയിൽ ID മേടിച്ച് തരാൻ. എൻ്റെ ഈ പഠിച്ച കോളേജിലെ ഒരു പഠിച്ചതിൻ്റെ ഒരു പേപ്പർ അല്ലാതെ വേറൊന്നുമില്ല. ഞാൻ അന്നേരം മാഡത്തിനോട് എനിക്ക് മെയിൽ ID പോയി മേടിക്കണമെങ്കിൽ റാന്നി കോളേജിലാണ് ഞാൻ പഠിച്ചത്, എനിക്ക് അവിടെ വരെ പോകേണ്ടതുണ്ട്, അതുകൊണ്ട് മാഡം എന്തെങ്കിലും എനിക്കൊരു കനിവ് ചെയ്തു തരണം എന്ന് പറഞ്ഞപ്പം പറഞ്ഞു എങ്കിൽ പുറത്തിറങ്ങിയിരിക്കും, 10 മിനിറ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയിരിക്കാൻ പറഞ്ഞു. തിരിച്ച് വിളിച്ചിട്ട് മാഡം എന്നോട് പറഞ്ഞു ഞാൻ കോളേജിലോട്ട് മെയിൽ ചെയ്തിട്ടുണ്ട്, അവർ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 5 ദിവസത്തിന് ശേഷം ഇവിടെ വന്നിത് മേടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച്. 3 മാസം എടുക്കുമെന്ന് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞ സ്ഥലത്ത് 5 ദിവസം കൊണ്ട് എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുകയും 7-ാം ദിവസം ഞാൻ PSC വെരിഫിക്കേഷൻ കഴിയുകയും ചെയ്തു. ഇപ്പോൾ ICDS സൂപ്പർവൈസറിൻ്റെ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച് 63-ാമത്തെ ലിസ്റ്റിലുണ്ട്. ജോലി കിട്ടുമെന്നുള്ള അമ്മയിലുള്ള വിശ്വാസം, ധൈര്യം കൊണ്ട് ഞാൻ കഴിയുന്നു. ഇതുവരെ അഡ്വൈസ് ഒന്നും വിളിക്കാൻ തുടങ്ങിയിട്ടില്ല, എങ്കിലും കിട്ടുമെന്നുള്ള വിശ്വാസം. അതാണ് എൻ്റെ 3-ാമത്തെ സാക്ഷ്യം. ഇനി എൻ്റെ അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത്, സ്ഥിരമായിട്ട് എനിക്ക് തലവേദന ഉണ്ടാകുമായിരുന്നു. 1 മണിക്കൂറൊക്കെ വെയിൽ കൊണ്ടാൽ തലവേദന കൊണ്ട് ഭയങ്കര ശക്തമായ തലവേദന ഉണ്ടാകും. തലവേദന ഉണ്ടായ പെയിൻ കില്ലർ കഴിക്കും. ചിലപ്പോൾ ഈ തലയിലൊക്കെ ഇങ്ങനെ തുണി കെട്ടി വെക്കണം. ചിലപ്പോൾ അത്യാവശ്യ സർവീസ് കുറയാതെ വന്നാൽ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ മോനു വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിലൂടെ എൻ്റെ തലവേദന, ഈ തൈലം തേക്കുന്നതിലൂടെ എൻ്റെ തലവേദന ഞാൻ അറിയാതെ തന്നെ പൂർണ്ണമായി സുഖപ്പെട്ടു. ഇപ്പം ഞാൻ ചൂടുവെള്ളത്തിലൊന്നുമല്ല കുളിക്കുന്നത്, പച്ചവെള്ളത്തിലാണ്. എനിക്ക് ഏത് സമയം വേണമെങ്കിലും കുളിക്കാം. ഇതാണ് എൻ്റെ അടുത്ത സാക്ഷ്യം. പിന്നീട് എനിക്ക് പറയാനുള്ള അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ അച്ഛനും അമ്മയും പ്രായമായിരുന്നു. ഇപ്പം കുറച്ച് ദിവസമായി അച്ഛൻ മരണപ്പെട്ടു. എങ്കിലും അച്ഛന് മോൻ്റെ ആക്സിഡൻറ്റിന് ശേഷം അമ്മയ്ക്ക് അറ്റാക്ക് വന്നു, അച്ഛന് സ്ട്രോക്ക് വന്നു. ഇതിൻ്റെ ഫലമായിട്ട് അമ്മയ്ക്ക് അമ്മ ജനലിൽ എന്തോ വെച്ച് കെട്ടുന്നതിനിടയിൽ അമ്മ ഉരുണ്ട് താഴെ വീണു. സ്ഥിരമായിട്ട് ഹാർട്ടിൻ്റെ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ബ്ലീഡിങ് നിൽക്കുന്നില്ല. അവർ രണ്ടും പ്രായമാണ്. ഞങ്ങളെ മക്കളാരും അടുത്തില്ല. അടുത്തുള്ള വീട്ടുകാർ ഫോൺ ചെയ്ത് പറഞ്ഞ് അമ്മയ്ക്ക് ഒരുപാട് ബ്ലീഡിങ് ഒക്കെ ഉണ്ട്, ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുവാണ്. രാത്രി സമയത്താണ് പറയുന്നത്. പിറ്റേ ദിവസം ഞാൻ രാത്രി മുഴുവൻ അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ച്, അമ്മ മാതാവേ, എന്തായാലും തല മുറിഞ്ഞിട്ടുണ്ട്, ബ്ലഡ് വരുന്നുണ്ട്, ചെറിയ പരിക്കായിട്ട് എൻ്റെ അമ്മയുടെ കൂടെ കാണണേ, എൻ്റെ സഞ്ചാരി മാതാവേ. അമ്മയുടെ ഇടപെടലൂടെ ചെറിയൊരു പരിക്ക് കൊണ്ട് 1 ആഴ്ച കൊണ്ട് അമ്മയുടെ സ്റ്റിച്ച് എടുക്കാൻ പറ്റി. അതാണ് എനിക്ക് പറയാനുള്ള അടുത്ത സാക്ഷ്യം. ഞാൻ
ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞാൽ എല്ലാ മാസവും പറ്റുവാണെങ്കിൽ ആഴ്ചകളിലൊക്കെ ഞാൻ ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് വന്ന് മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. എങ്കിലും എല്ലാ മാസവും ഞാൻ മുടങ്ങാതെ ഇവിടെ വന്ന് പത്രം മേടിക്കും. അത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി രോഗികളിൽ കൊടുക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നെ ഒരു മടിയും കൂടാതെ ഏത് സ്ഥലത്തും കയറി ചെന്നത് കൊടുക്കാനുള്ള ധൈര്യം ആദ്യമൊക്കെ എനിക്ക് ചമ്മലായിരുന്നെങ്കിലും പിന്നീട് എനിക്കത് ധൈര്യമായി എവിടെ കൊണ്ട് പത്രം കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. അതുപോലെ എന്നെപ്പോലെ ദുഃഖം അനുഭവിക്കുന്ന എൻ്റെ സഹപ്രവർത്തകർ വിഷമം പറയുമ്പോൾ അവരെ എൻ്റെ ചെലവിൽ തന്നെ 3-4 പേരെ ഇവിടെ കൊണ്ടുവന്ന് അവരുടെ പ്രശ്നത്തിനൊരു പരിഹാരം സാധിക്കാൻ എനിക്ക് സാധിച്ചു. ചെറിയ ചെറിയ സാമ്പത്തിക സഹായങ്ങളെ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന വീടാണ് എൻ്റേത്. പിന്നെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അപേക്ഷകൾ എന്തെങ്കിലും അംഗനവാടി ടീച്ചറാകുമ്പോൾ കുറേ സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റും. ഒരുപാട് അപേക്ഷകൾ എഴുതാൻ ആളുകൾ വരും. എൻ്റെ സഹപ്രവർത്തകർക്ക് അവരുടെ ബന്ധുക്കൾക്കൊക്കെ അപേക്ഷകൾ എഴുതി അങ്ങനെയുള്ള സേവന പ്രവൃത്തികളൊക്കെയാണ് ഞാൻ ചെയ്യാറ്. ഇത്രയും ഒരുപാട് അനുഗ്രഹം തന്ന അമ്മയ്ക്ക് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഞാൻ ഈ പ്രാവശ്യം എൻ്റെ നിയോഗം പുതുക്കിയപ്പം അമ്മ എനിക്കിവിടെ ഒരു പ്രാവശ്യം ഞാൻ സാക്ഷ്യം പറയാൻ വന്നു. മോനെ കൊണ്ടുവരാഞ്ഞുകൊണ്ട് എനിക്ക് സാധിച്ചില്ല. അപ്പം ഞാൻ ഈ പ്രാവശ്യം 1ാമത് വെച്ചത് അമ്മ എനിക്കിപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ സാക്ഷ്യം പറയാൻ പറ്റണേ, എനിക്ക് സുവിശേഷത്തിൻ്റെ സാക്ഷിയാകാൻ പറ്റണേന്നായിരുന്നു. അതും അമ്മ ഇപ്പോൾ സാധിച്ചു തന്നു. ഇനിയും ഞങ്ങളുടെ വീടിൻ്റെ കാര്യവും എൻ്റെ ജോലിയുടെ കാര്യമൊക്കെ കിടക്കുന്ന എല്ലാം അമ്മയിൽ അർപ്പിച്ചുകൊണ്ട്, എല്ലാ വിശ്വാസവും അമ്മയിൽ അർപ്പിച്ചുകൊണ്ട് തിരുക്കുമാരനും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു.